ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് ട്രാവൽ ഈറ്റ്. നമ്മുടെ എല്ലാം ജീവൻ്റെ ജീവനായ ലാലേട്ടൻ്റെ ലൂസിഫറിൻ്റെ റിലീസ് ദിവസമാണെന്ന്. അപ്പോൾ ലൂസിഫറിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം താഴെയുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. മലയാള സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന മൂവിയാണ് ലൂസിഫർ. സിനിമയുടെ ഏറ്റവും വലിയ ഹൈപ്പിന് കാരണം നമ്മുടെ എല്ലാം ലാലേട്ടൻ ലീഡിംഗ് റോളിൽ എത്തുന്നു എന്നുള്ളതാണ്. കൂടാതെ പൃഥ്വിരാജാണ് ഈ സിനിമയുടെ സംവിധായകൻ, മുരളി ഗോപിയാണ് സ്ക്രിപ്റ്റ്, വിവേക് ഒബ്രായി, അങ്ങനെ ഒരുപാട് വലിയ വലിയ താരനിരകൾ ഒന്നിക്കുന്ന ഒരു സിനിമയാണ് ലൂസിഫർ. അതുകൊണ്ട് തന്നെ മലയാള സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം ആകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് ലൂസിഫർ. ഞാനിപ്പോൾ ഈ സിനിമ കാണാനെത്തിയിട്ടുള്ളത് രാവിലെ 7 മണിക്കത്തെ ഷോയാണ്. എടപ്പള്ളി വനിത വിനീത എന്ന തിയേറ്ററിലെ ഷോയാണ് ഞാൻ കാണാനെത്തിയിരിക്കുന്നത്. രാവിലെ 7 മണിയാണ് സമയം. ഇവിടെ 4 സ്ക്രീനുകളാണുള്ളത്. 4 സ്ക്രീനിലും ഹൗസ്ഫുള്ളാണ്. ഒരു രക്ഷയുമില്ലാത്ത റഷാണ്. സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൻ്റെ റിവ്യൂ ഇടുന്നതാണ്, എൻ്റെ റേറ്റിംഗ് കൊടുക്കുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. ഇതിൻ്റെ റിവ്യൂ കേട്ടതിന് ശേഷം എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ നിന്ന് തന്നെ കാണുക. കാരണം ഞാൻ റിവ്യൂ പറഞ്ഞാലും ഇല്ലെങ്കിലും ഇത് വളരെ മികച്ചൊരു മൂവി തന്നെയാണെന്നാണ് എല്ലാ സംഘാടകരും ഉറച്ചു വിശ്വസിക്കുന്നത്, ഉറച്ചു പറയുന്നത്. ഏറ്റവും മികച്ച മൂവി തന്നെയാണെന്നാണ് എല്ലാവരും പറയുന്നത്. ലാലേട്ടൻ തന്നെ പറഞ്ഞു, ലാലേട്ടൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച മൂവിയായിരിക്കും ഈ സിനിമ എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. അപ്പം എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം. ഇതിൻ്റെ റിവ്യൂ ഞാൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്തായാലും ഇടുന്നതാണ്. എല്ലാവരും തിയേറ്ററിലേക്ക് കയറി തുടങ്ങി. അപ്പോൾ ഞാനും തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറാൻ പോവുകയാണ്. സിനിമ കണ്ടതിന് ശേഷം ഞാൻ റിവ്യൂ പറയുന്നതാണ്. എല്ലാവരും കാത്തിരിക്കുക. തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ ഇവിടുത്തെ റഷ് ഒന്ന് കാണിക്കാം. ഒരു രക്ഷയുമില്ലാത്ത റഷാണ്. ഇവിടെ 4 സ്ക്രീനുകളാണുള്ളത്. 4 സ്ക്രീനിലെ ഫുൾ ടിക്കറ്റും 3 ദിവസം മുമ്പ് തന്നെയാണ് വിറ്റ് തീർന്നിട്ടുള്ളത്. ഇതാ നല്ല റഷാണ്, ഒരു രക്ഷയില്ലാത്ത തിരക്ക്. ഒരുപാട് സ്ത്രീകളും കുട്ടികളും. ലാലേട്ടൻ്റെ ലൂസിഫറിൻ്റെ ഒരു ടീഷർട്ട് വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മധുരരാജയുടെ ഒരു പോസ്റ്റർ. അടുത്തത് മധുരരാജയുടെ റിവ്യൂ ആയിരിക്കും ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ തിയേറ്ററിലേക്ക് കയറാൻ പോവുകയാണ്. സിനിമ കണ്ടതിന് ശേഷം ഞാൻ റിവ്യൂ പറയും. മലയാള ചരിത്രത്തിലെ ഏറ്റവും മികച്ച മൂവിയും ഏറ്റവും മികച്ച ബോക്സ് ഓഫീസ് കളക്ഷനും ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനു മുമ്പ് ഞാൻ ഇവിടുത്തെ റഷ് ഒന്നുകൂടെ കാണിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് സിനിമ കണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല. അടുത്ത 200 ക്രോർസ് ലാലേട്ടൻ്റെ പേരിൽ നമ്മളങ്ങ് ഉറപ്പിച്ചു എന്ന് വേണം പറയാൻ. അത്രയ്ക്ക് മികച്ചൊരു സിനിമയാണ് ലൂസിഫർ. സിനിമയിൽ ഏറ്റവും ഞെട്ടിച്ചു കളഞ്ഞത് പൃഥ്വിരാജിൻ്റെ ഡയറക്ഷനാണ്. ഒരു രക്ഷയുമില്ല. വളരെ മികച്ച ഡയറക്ഷൻ. സ്ക്രിപ്റ്റ് വളരെ നന്നായിരുന്നു. പിന്നെ പൃഥ്വിരാജ് ഒരു ചെറിയ വേഷം ചെയ്യുന്നുണ്ട്, അതും വളരെ മികച്ചതാക്കി. പിന്നെ ലാലേട്ടനെ കുറിച്ച് നമ്മൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഏത് വേഷമാണെങ്കിലും ലാലേട്ടനെ അങ്ങ് ജീവിച്ചു കാണിച്ചു കൊടുക്കുകയാണ്. ഓരോ ലാലേട്ടൻ ഫാൻസും ഓരോ മലയാള സിനിമാ പ്രേക്ഷകരും ലാലേട്ടനെ എങ്ങനെ കാണാൻ ആഗ്രഹിച്ചുവോ അതുതന്നെയാണ് പൃഥ്വിരാജ് മലയാള പ്രേക്ഷകർക്ക് നൽകിയിരിക്കുന്നത്. മുണ്ടുമടക്കി മീശ പിരിച്ചുള്ള ആ ലാലേട്ടൻ സ്ക്രീനിൽ വരുമ്പോൾ ആവേശം കൊള്ളിക്കുന്ന ആ നമ്മുടെ ലാലേട്ടൻ. ഇങ്ങനെ ലാലേട്ടനെ കുറിച്ച് വർണ്ണിക്കാൻ വാക്കുകളില്ല. അത്ര മനോഹരമാക്കി അദ്ദേഹം ഈ ക്യാരക്ടർ. ചുരുക്കി പറഞ്ഞാൽ ലാലേട്ടൻ്റെ മാസ് കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രീയ സിനിമയാണ്. മാസ് എൻ്റർടൈനർ എന്ന് തന്നെ വേണം പറയാൻ. വളരെ മനോഹരമായിട്ടുള്ള മാസ് എൻ്റർടൈനർ. ഒരു സെക്കൻഡ് പോലും ബോറടിപ്പിക്കാത്ത മാസ് എൻ്റർടൈനർ സിനിമയാണ്. അപ്പോൾ ഞാൻ ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 4.5 ഔട്ട് ഓഫ് 5 ആണ്. അപ്പോൾ സിനിമ എല്ലാവരും തിയേറ്ററിൽ കാണണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം താഴെയുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക.